ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വി ചാനൽ. മമ്മൂട്ടി ഓർ മോഹൻലാൽ, ഹു ഈസ് ദ ബെസ്റ്റ് ആക്ടർ? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. പാട്രിയോട്ട് ലെജൻഡ്സ് ഹാങ് ഔട്ടിൻ്റെ വീണ്ടും ഒരു ഗ്ലിംസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലെന്താണെന്ന് നമുക്ക് കണ്ടുവെക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല വേറെയും ആക്ടേഴ്സ് വരുമെന്നാണ് തോന്നുന്നവ. ജോർജ്, മമ്മൂക്ക, മോഹൻലാൽ, ഫഹദ്, കുഞ്ചാക്കോ ബോബൻ എല്ലാരും ഉണ്ട്. ചാക്കോച്ചൻ്റെയും ഫഹദിൻ്റെ ഒക്കെ കുറച്ച് കുറഞ്ഞ ട്രെയിലറിൽ കുറച്ച് കോമഡി കൂടി പോകുന്നു എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. ഒരു ആവശ്യമില്ലാത്ത കോമഡി. ചാറ്റ് അപ്പൊ തന്നെ റിലീസ് ചെയ്താൽ മതിയായിരുന്നു 23-ാം തീയതി. ഇതിന്റെ ഇടയ്ക്ക് ഈ ഗ്ലിംസ് ഒക്കെ ഇറക്കി ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് കുറയ്ക്കുമെന്നാണ് തോന്നുന്നത്. ഒരു കണ്ടിട്ടൊരു ചളി പോലെ ഒരു ഫീല് തോന്നുന്നുണ്ട്. പേഴ്സണലി നിങ്ങൾ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തേക്ക്. അതെ, നമുക്ക് മോഹൻലാലും ദിൽരാജു പ്രൊഡ്യൂസർ. തീർന്നു. കണ്ടിട്ട് എനിക്ക് ചാറ്റ് ഷോ മൂഞ്ചു എന്നാണ് തോന്നുന്നത്. നമ്മളൊരു എല്ലാ ചാറ്റ് ഷോയിലുള്ള ഒരു മെയിൻ സാധനമാണ് ഹു ഈസ് ദ ബെസ്റ്റ് ആക്ടർ, മമ്മൂട്ടി ഓർ മോഹൻലാൽ. ആ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ കുറയുകയാണ് പേഴ്സണലി. കാരണം ആര് പിന്നെ പിണക്കണോ, ഇനി ഉള്ളത് പറയണോ ഇല്ലാത്ത പറയണോ, അങ്ങനെ ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതിന് ഇതല്ലേ ഇപ്പം മറ്റേ ദിൽരാജു പ്രൊഡ്യൂസർ അതൊരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ പോലെ ഫൈറ്റ് വേണമാ ഫൈറ്റർ ഇருக்கு, ഡാൻസ് വേണമാ ഡാൻസർ ഇருக்கு. തളപതി വിജയുടെ വാരിസിലാണെന്ന് തോന്നുന്നു, അതോ ഏതോ തെലുങ്ക് പടത്തിലാണെന്ന്. ഇമോഷൻ വേണ്ടുമോ ഇമോഷൻ ഇருக்கு, സെന്റിമെന്റ്സ് വേണ്ടുമോ അത് ഇருக்கு. അതുപോലെയാണ് മമ്മൂക്ക പറയുന്നത്. ഫൈറ്റ് ഉണ്ട്, സോങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പിന്നെ ലാലേട്ടൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ സുശിശ്യാമിന് ഒരു എക്സ്പ്രഷൻ ഇട്ട് കൊടുത്ത് അവിടെ സുശിശ്യാമ എക്സ്പ്രഷനിലെ ഓവറാണ്. എന്തിനാ അത്രയ്ക്കും വലിയൊരു എക്സ്പ്രഷൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. ആൻഡ് ജോർജ് വന്നപ്പോഴേ എനിക്ക് ആ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. മൊത്തത്തിൽ ഇപ്പം ഇറങ്ങിയ, അതായത് ഈ ഒരു ഗ്ലിംസിൽ ചാറ്റ് ഷോ എക്സ്ക്ലൂസീവ് ഗ്ലിംസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് അവർ പറയുന്ന കോമഡിയൊന്നും കോമഡി ആയിട്ട് തോന്നുന്നില്ല. അവർ ആ ഒരു ചളി ഉദ്ദേശിച്ച് ഒരു ഫണ്ണി ആയിട്ടൊക്കെ എങ്ങനെയെങ്കിലും വരാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ആൻഡ് ഇപ്പം എൻ്റെ ഒരു ഭയം ചാറ്റ് ഷോ എല്ലാവരും ചേർന്ന് മൂഞ്ചിക്കുമെന്നാണ്. കാരണം എല്ലാവരും ഒരു മാതിരി ചുമ്മാ അതായത് ഇവരെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് ഷോ മാത്രമായിരിക്കുമായിട്ട് അതിലായിട്ട് ഒതുങ്ങുമോ എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഈ ഹു ഈസ് ദ ബെസ്റ്റ് ആക്ടർ എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് പാതി കയ്യിൽ നിന്ന് പോയി. ഹു ഈസ് ദ ബെസ്റ്റ് ആക്ടർ എന്ന് ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എനിക്ക് ലാലേട്ടനാണ്, എനിക്ക് മമ്മൂക്കയാണ്, മമ്മൂക്ക തന്നെയാണ്, അത് ലാലേട്ടൻ്റെ. ഇനി അവർ തമ്മിലുള്ള ഒരു വിനയങ്ങൾ കാണിക്കുന്ന ആ സീനും കാര്യങ്ങളും ഒരുപാട് കാണും. പിന്നെ കുഞ്ചാക്കോനും ഫഹദ് ഫാസിലിനും റോള് കുറവാണെന്നുള്ള ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. മെയിൻ ഹീറോസ് ഞങ്ങളാണെന്ന് മമ്മൂക്കയും മോഹൻലാലും പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അവരെത്ര തമാശ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പം ഇറങ്ങിയ ഗ്ലിംസ് എന്തോ ഒന്നും വർക്കൗട്ടായില്ല. ആരോ പറഞ്ഞ പോലെ അവസാനം തേയാതിരുന്നാൽ മതി,